ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 18:21 വായിക്കുന്നു. പ്രോവേർബ്സ് 18:21. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദി ടങ്. അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ നെഗറ്റീവ് വേർഡ്സ് പറയുമ്പോൾ അത് ദോഷം ചെയ്യുകയും ചെയ്യും. നമ്മുടെ അധരം കൊണ്ട് ജീവൻ്റെ വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ ഫലം നാം അനുഭവിക്കും. അധരത്തിന് ശക്തിയുണ്ട് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുള്ള വേദഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നത്. യേശുവും ശിഷ്യന്മാരും ബഥാനിയയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അടുത്തെത്തിയപ്പോൾ അതിൽ ഇലയല്ലാതെ ഫലം ഒന്നും കണ്ടില്ല. ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് അത്തിയെ നോക്കി യേശു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവർ ആ വഴി കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. പത്രോസ് യേശുവിനോട്, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു മറുപടി പറഞ്ഞത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ വായിക്കുന്നു. നമ്മുടെ അധരം കൊണ്ട് പറയുന്നത് അതുപോലെ സംഭവിക്കും എന്നാണല്ലോ അർത്ഥം വരുന്നത്. നമ്മുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന പ്രതികൂലത്തോട്, അത് രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, നമ്മെ അസഹ്യപ്പെടുത്തുന്ന മറ്റേതെങ്കിലും വിഷയമായിരിക്കാം, അതിനോട് നീങ്ങിപ്പോക എന്ന് നമ്മുടെ അധരം കൊണ്ട് കൽപ്പിക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. വിത്ത് ദ ടങ് യു സ്പീക്ക് ആൻഡ് ഇറ്റ് ഹാപ്പൻസ്. ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സകലവും സൃഷ്ടിച്ചത് തൻ്റെ അധരത്തിൻ്റെ ശക്തിയാലാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവ പൈതലിൻ്റെ അധരത്തിനും അധികാരം തന്നിരിക്കുന്നു. യു ടേക്ക് അപ്പ് ദാറ്റ് അതോറിറ്റി നോയിങ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ശരീരം ബലഹീനമായിരിക്കുമ്പോൾ, രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമായിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നീ ജീവൻ്റെ വചനങ്ങളെ അധരം കൊണ്ട് പ്രസ്താവിച്ചാൽ അതിൻ്റെ ഫലം നാം അനുഭവിക്കും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന വചനം, നാം വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. തുടർന്ന് വായിക്കുന്നു, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാൺ ഇട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. കുതിരയെ അതിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് നടത്തുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. കപ്പൽ കൊടുങ്കാറ്റടിക്കുന്ന ദിശയിലേക്കാണ് സാധാരണ ഓടാറുള്ളത്. എങ്കിലും അമരക്കാരൻ ചുക്കാൻ അല്ലെങ്കിൽ റഡാർ എന്ന മെക്കാനിസം ഉപയോഗിച്ച് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് കപ്പലിനെ തിരിക്കുന്നു. ആയതുപോലെ നമ്മുടെ ജീവിതമാകുന്ന പടക് നമ്മൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് വിടുവാൻ, അനുഗ്രഹത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ ജീവൻ്റെ വചനങ്ങൾ നമ്മുടെ അധരം കൊണ്ട് പ്രസ്താവിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. കഷ്ടത അനുഭവിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ,
ആകുലപ്പെട്ടതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. പകരം നാവിൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ തുടങ്ങുക. സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം അവൻ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും എന്ന ജീവൻ്റെ വചനം അതരം കൊണ്ട് പ്രസ്താവിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കും. പ്രത്യാശയുടെ വചനം അതരം കൊണ്ട് പറയുമ്പോൾ സമാധാനം കൈവരിക്കുവാൻ ഇടയാകും. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാവുന്ന വചനങ്ങൾ ധാരാളം ബൈബിളിലുണ്ട്. നിന്റെ മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും എന്ന് ഓരോ തലമുറയുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയും. നിന്റെ മേൽ തന്ന ആത്മാവും നിന്റെ വായിൽ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുപോകയില്ല എന്ന വചനം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാം തലമുറയും രണ്ടാം തലമുറയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. തലമുറയുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവർക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വചനമാണ് യിരെമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നാം പ്രഖ്യാപിക്കുവാൻ ഇടയാകണം. ജീവൻ്റെ വചനങ്ങളെ അതരം കൊണ്ട് പറഞ്ഞ് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. സദൃശവാക്യങ്ങൾ 16:24 വായിക്കുന്നു. പ്രോവേർബ്സ് 16:24. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ബ്ലെസ്സിങ് വേർഡ്സ് ഏറ്റുപറയുമ്പോൾ തേൻകട്ട പോലെ അത് മധുരിക്കുന്നു. മനസ്സിന് സ്വസ്ഥതയും അസ്ഥികൾക്കത് ബലം പകരുകയും ചെയ്യും. ഔഷധം പോലെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആയിരിക്കരുത് നമ്മുടെ വാക്കുകൾ. പകരം അവർക്ക് ധൈര്യം പകരുന്നതും സന്തോഷം കൊടുക്കുന്നതുമായ വാക്കുകളെ പ്രസ്താവിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:29 വായിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒരാളെ പണിയുവാനും ഇടിച്ചു കളയുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയും. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നമ്മുടെ സംസാരം ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടണം. മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്കും ദോഷം ചെയ്യുന്നവർക്കും ന്യായവിധി ഉണ്ട് എന്ന് പറയുന്ന വചനമാണ് മത്തായിയുടെ സുവിശേഷം 12:36. മാത്യു 12:36. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിനെ കുറ്റം ചുമത്തേണ്ടതിന് തനിക്ക് ചുറ്റും കൂടിയ പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു പറഞ്ഞതാണ് ഈ വാക്കുകൾ. നമ്മുടെ വാക്കുകൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. സദൃശവാക്യങ്ങൾ 12:22 പറയുന്നു. പ്രോവേർബ്സ് 12:22. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നതോ അവന് പ്രസാദം. ന്യായവിധി ദിവസത്തിൽ നമ്മുടെ ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ വ്യാജം പറയാതെ സത്യം മാത്രം സംസാരിക്കാം. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കാൻ ഉത്സാഹിക്കാം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ആയിരിക്കാൽ ജീവൻ്റെ വചനങ്ങളെ പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ അധരത്തെ കാത്തുകൊണ്ട് സൽഗുണപൂർണരായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.